സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ബിരിയാണി ഉണ്ടാക്കുക കുറേ നാളായിട്ടോ ബിരിയാണി ഉണ്ടാക്കിയിട്ട് താഴത്തെ വീട്ടിൽ ആയിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം അമ്മ ഉണ്ടാക്കിയില്ലേ, അന്ന് നല്ലപോലെ നന്നായിട്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കുറേ മുമ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നൊരു ശ്രമം നടത്താം. ഒന്നെങ്കിൽ ബിരിയാണി ആവും, ഇല്ലെങ്കിൽ മിണിയാണി ആവും. അപ്പോൾ അതിന് മുമ്പ് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. ഒരുപാട് ത്യാഗത്തിൻ്റെ 30 ദിവസം അല്ലേ, 30 ദിവസം ആകുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ, വരാനിരിക്കുന്ന വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും. പെരുന്നാൾ പെരുന്നാൾ വിഷു പെരുന്നാൾ വിഷു അവൻ പറയും വിഷു ആണ്. പെരുന്നാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇത് ബിരിയാണി ഒന്നും അവർക്ക് വലിയ കാര്യമൊന്നും ഉള്ളതല്ല കേട്ടോ. ഇപ്പം എല്ലാവരും വീട്ടിലും എന്നും ഉണ്ടാവുന്ന സാധനമാണ്. നമുക്കൊക്കെ ഉള്ളത് വല്ലപ്പോഴും ഒക്കെ, നമുക്ക് പക്ഷേ വല്ലപ്പോഴും മതി കേട്ടോ. അതാണ് നല്ലത്. താത്തമ്മ അവിടെ പണി തുടങ്ങിയിരുന്നു പറമ്പിൽ. അപ്പോൾ ഞങ്ങൾ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേട്ടോ. പക്ഷേ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സ്നേഹത്തിൻ്റെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്ന നമ്മളൊരു അമ്മയാണ് ഇപ്രാവശ്യം ഞങ്ങളോട് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആ അമ്മയുടെ വകയാണ് കേട്ടോ ഇന്നത്തെ ബിരിയാണി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയായി, സാധനമൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയത് കേട്ടോ. പക്ഷേ ഇറച്ചിയൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും ചേട്ടായി പറഞ്ഞു ചേട്ടായി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ സ്പെഷ്യൽ ബിരിയാണിയാണ്. റെസിപ്പി ഒന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല, ചേട്ടായിക്കും അറിയില്ല. ഉണ്ടാക്കുമ്പോൾ മോഹൻലാൽ പറഞ്ഞ പോലെ എല്ലാ പൊടികളും ഇട്ട് കഴിഞ്ഞിട്ട് അതിനൊരു രുചി വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ചേട്ടാ ഇതെല്ലാം കൂടി ഇട്ട് കുഴക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. അതെല്ലാം സെറ്റാക്കിയിട്ട് മൂപ്പര് വെള്ളം ഒട്ടും തന്നെ വെള്ളം വെക്കാതെ ചിക്കനിൽ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സംഭവം ഞങ്ങൾ തുടങ്ങിയത്. ഇത് കൂട്ടാണ് പോയി കാണിച്ചു കൊടുക്കുന്നത്. അമ്മനോട്ട് ഇവിടെ വാ, ഇതാ ചോദിച്ചോ. ഇത് ഇതുണ്ടോ ഇങ്ങനത്തത്? ഭഗവാനെ, ഇതാ ചോദിച്ചത് ഇങ്ങനത്തത്. ഇതാണ് ആണി. ഈ സാധനം ഇത് കൂട്ടാണ്. വിഷുവിന് ഞങ്ങൾ ഇവിടെ തന്നെ അമ്മ. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഒരു പോക്കു 60ാമത്തെ കോഷലാണ് വലിയ വരുന്നുണ്ട്. ചെറിയ വിഷു ഞായറാഴ്ച. അന്നേരം ഞങ്ങൾ ഞായറാഴ്ച അങ്ങോട്ട് പോകും. അല്ല വിഷു അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഒത്തു കൂടാവല്ലോ. ഒരു സന്തോഷല്ലേ, അതൊരു രസമല്ലേ. രാത്രിക്ക് നമ്മളതാണ് ഇവിടുന്ന് പോണതിന് ഭാവമില്ല. ഇപ്പൊ പറയുന്നത് ആഘോഷിക്കാൻ പറയാന് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഞങ്ങള് ജൂണാറ്. ഞങ്ങള് ചിലപ്പോ ഞാൻ ഇതുവരെ കേക്ക് ഉണ്ടാക്കലേ, ഞാൻ ഉണ്ടാക്കും. പിന്നെ ഒരു 1-2 വാങ്ങിയില്ലല്ലോ. ഞാൻ ഗർഭിണിയായ സമയത്ത് ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് 30 രൂപയ്ക്ക് വാങ്ങി. അല്ലാതെ ആകും ആ കുറച്ച് ചിലപ്പോ സ്വന്തം മുറിക്ക് ഉണ്ടാക്കി കേക്ക് അങ്ങനെ അത് കഴിയും. കാണാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ല. ഇത് എങ്ങനെ വേവുന്നു ഞാൻ വിചാരിക്കുന്നു. റെസിപ്പി ഇപ്പൊ എങ്ങനെ പറഞ്ഞു കൊടുക്കാ എന്നിട്ട് ഉണ്ടാക്കിയോണ്ട് പറയാ. ലാലേട്ടനെ പോലെയാ വെള്ളം വേണ്ട വേണമെങ്കിൽ എന്നാ ബിരിയാണി ചോറ് വെച്ചോളി, അരി ഇട്ടോളി. ശരിക്കും 2 ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറഞ്ഞ് വെക്കണ്ടേ. പക്ഷെ 2 ഗ്ലാസ് വെള്ളം ഇപ്പം വെക്കില്ല കേട്ടോ. ഇല്ല, എന്നാലും ഒരു 1/2 ഗ്ലാസ് ഒക്കെ വെക്കും. എന്ത് ബിരിയാണിയാവും? അങ്ങനെ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക പേരുണ്ടോ? സ്പെഷ്യൽ ബിരിയാണി അടുപ്പത്ത് വെച്ച്
ബിരിയാണി അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വന്നിരുന്ന കുടുവിന് പാവക്കുട്ടി ഇത് ആര് തന്നതാ കുടുവിന്? ഋഷാദ് കാക്ക പൊടിയാണ് അതില്. പിന്നെ കുടുവിന് ഇന്നലെ ടീച്ചർ പഠിപ്പിച്ച പാട്ടൊന്ന് പാടിക്കേ. പാട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒന്ന് ഏതാ ഇപ്പൊ വെള്ളം ഇത് പടി സൈഡ് കരിയുണ്ടോ? ഇതാ നോക്ക് സൈഡ് നോക്ക്, വെള്ളം ഇല്ലാത്തത്. ഇനി ഒട്ടും വെള്ളം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കണ്ടോ? ചോറിൽ വെള്ളം കണ്ടോ? 15 മിനിറ്റ് കൊണ്ട് കഴിയുമ്പോൾ 15 മിനിറ്റ് കേട്ടോ. 5 10 15 സംഭവം പോയി തോണ്ടി തിന്ന് നോക്കും. എന്റെ അഭിപ്രായം പറഞ്ഞാൽ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു. എന്താവും നോക്കാം നമുക്ക്. എൻ്റെ അക്കത്തുള്ള അരിയൊക്കെ അതേപോലെ ഉണ്ട് കേട്ടോ. മുകളിലൊന്നും അരി ആയിട്ടായിരിക്കും അല്ലേ? നോക്ക് ചേട്ടായിൻ്റെ സ്പെഷ്യൽ ബിരിയാണി. സംഭവമൊക്കെ നന്നായിരുന്നു. അരി വെന്തില്ല സാറിലല്ലോ വയറ്റിലൊന്നും തോന്നില്ല. അച്ഛനൊന്ന് പ്രതീക്ഷിച്ചതല്ലേ? വീഡിയോ പിടിക്കുന്നത്. അയ്യോ അത് മറന്നുപോയി ചക്കരെ. അങ്ങനെ എന്തായാലും ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ പണിയെടുക്കുന്നവർ വിളിച്ചു കേട്ടോ. അവർ ലീവാണെന്നാൽ പിന്നെ നമുക്ക് താഴെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം തന്നെ മുന്നേ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ താഴേക്ക് എന്തായാലും ഭക്ഷണമൊക്കെ എടുത്തിട്ട് പോയാൽ മതിയല്ലോ എന്ന്. അപ്പോഴാണ് മുകളിൽ ചക്ക ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചക്ക ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പിന്നെ ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയി. ചക്ക മുകളിലത്തെ താഴ്ത്തമ്മേൻ്റെ മോൻ്റെ വീട്ടിലാണ്, മൂത്ത മോൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അതാ നല്ല ചെടികളൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ. ഇലച്ചെടികൾ ഏതാ കലാത്തിയ എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ പേരുകളൊക്കെ സുബിച്ചേച്ചിയൊക്കെ പറയുന്നേക്കാം കേട്ടോ. കലാത്തിയൻ്റെ ഒരു വെർഷൻ അങ്ങനെയെന്നൊക്കെ. അപ്പം അങ്ങനെ ചെടികളെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചപ്പോൾ നോക്കുമ്പോൾ നല്ല റോസാപ്പൂവൊക്കെ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ എടുത്തിട്ട് താഴോട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ചക്ക പിന്നെ വെട്ടിയിരിയാൻ ഞങ്ങൾ നിന്നില്ല. നാളെ ഉണ്ടാക്കാം, നാളെ ഇന്നിപ്പോൾ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് അവിടെ വെച്ചിട്ട് വേഗം പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് താഴോട്ട് പോകാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ പിന്നെ അമ്പിളിക്കുട്ടീനെയും വിളിച്ചു. പിന്നെ മക്കളും വന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പം ബിരിയാണി അതായത് അതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വേവിച്ചതാണ് കേട്ടോ. വീലധികം വെള്ളമൊന്നും ഒഴിച്ചില്ല. അത് കാരണം ഞങ്ങൾക്ക് പേടിയെന്ന് ചോദിച്ചാൽ അത് എന്താവും എന്നുള്ളത് കേട്ടോ. അത് കാരണം കുറച്ച് വേവ് കുറഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് അങ്ങനെ 2 വട്ടമൊക്കെ ഞങ്ങൾ വെള്ളം, ഇത് വേറെ ഏതോ രീതിയിലാണ് ചേട്ടാ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഏതോ ഒരു വീഡിയോ കണ്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആകെ ചെയ്ത പണിയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടു. അതിൻ്റെ മുകളിലൂടെ ലേശം നെയ്യും കൂട്ടി അങ്ങ് ഒഴിച്ചുവിട്ടോ. കാരണം നെയ്യിലൊന്നും എണ്ണയിലോ ഡാൽഡയിലോ നെയ്യിലൊന്നും വാട്ടിയില്ല. വെറുതെ ചിക്കൻ്റെ ആ ഒരു മസാല ഗ്രേവിയിലാണ് കേട്ടോ അരി വന്നത്. പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മടുപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒട്ടും എണ്ണമയം അങ്ങനെ ഡാൽഡേൻ്റെ ഒന്നും ഇതില്ലാത്തത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. പിന്നെ വേഗം മക്കളെ ഇരുത്തി, മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തി കേട്ടോ. അച്ഛൻ്റെ മുണ്ട് കുടു ഹായ് പറ, ഹായ് പറ. ബിരിയാണി തിന്നാൻ പോവാന്ന് പറയൂ. മുട്ടേന്റെ പേര് പറഞ്ഞപ്പോഴാ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസേ നമ്മൾ എന്ത് വാർക്കയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് ഇല ഇട്ടാ മതിയെന്നില്ലേ. ഇനിയിപ്പോ തൽക്കാലം അച്ഛൻ ഉണ്ടാക്കി ബിരിയാണി എങ്ങനെയുണ്ട് പറയും, വീഡിയോയിൽ പറയും. ഇവിടെ നോക്ക്, തിന്ന് നോക്കിയിട്ട് പറയും, സ്വന്തം തിന്ന്. കുടുപ്പ പറയൂട്ടോ, കുടുപ്പ പറയും. വെയിറ്റ് ആൻഡ് സീ. പറ
താത്തമ്മ ബിരിയാണി തിന്നൂലടാ, ചോറ് തിന്നുള്ളൂ. സൂപ്പറാ. ആ പോരെ പറയച്ചു ചേട്ടായിന്റെ ബിരിയാണി എങ്ങണ്ട്? ഇതെന്താന്നറിയോ, ഈ ഫാനിന്റെയും കൂടെ സൗണ്ട് ആകുമ്പോ കേൾക്കൂല. എരിവൊന്നും ഇല്ലാത്തോണ്ട്. അല്ല നിങ്ങൾ അച്ഛയുടെ അച്ഛൻ അപ്പത്തേയും പണിക്ക് പോകാൻ തിരക്കായതുകൊണ്ട് ഒരാടെ വന്ന് പൊരയില് മൂപ്പരായിട്ട് പോയി. ഞാൻ ഇത് കൊണ്ട് പോവാ, മൂപ്പരടുത്തേ പോവാ. ഒപ്പം ഫാൻ ഇടാട്ടോ. നിങ്ങൾ നോക്കി നോക്കി രുചി നോക്കി നോക്കി. ആ നിങ്ങൾക്ക് ഓരില്ല കേട്ടോ. ബിരിയാണി അടിപൊളിയാ. നിങ്ങൾക്ക് അപ്പയും ഇതും ഇങ്ങോട്ട് എടുക്കണോ? അവിടെ താഴ്ന്ന് പെണ്ണിഞ്ഞ ഇവിടെ നിന്ന നിങ്ങൾ കാര്യം പറയും. എന്നാ ഞാനും ഞങ്ങളെല്ലാരും അയ്യോ എന്നാ കപ്പ അവിടെ വെച്ചാൽ വെച്ചില്ല. രാവിലെ ചായക്കടി ഉണ്ടാക്കാതെ വെച്ച് ഞങ്ങൾ ഇരിക്കാൻ കഴിയില്ല അല്ലേ? ലേശം ടേബിൾ നീക്കി കൊടുക്കച്ചോ അങ്ങോട്ട്. അങ്ങനെ പിന്നെ ഞാനും അമ്പിളിക്കുട്ടി നിലത്തിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഒരു രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ലൊരു പെരുന്നാൾ. ആ പെരുന്നാളൊക്കെ ശരിക്കും ആഘോഷിക്കാൻ നമ്മൾ നോമ്പൊക്കെ എടുക്കണം. നോമ്പൊന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം. ആഗ്രഹമുണ്ട് എടുക്കണമെന്ന്, പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ ഇൻഷാ അല്ലാഹ് അല്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്കും ചേട്ടായി പാരപ്പറ്റൊക്കെ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടിഭാഗമൊക്കെ അടിക്കുന്നുണ്ടേനെ. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് അടിക്കുകയായതുകൊണ്ട് എൻ്റെ കയ്യിൽ അധികം തന്നില്ല കേട്ടോ. കാരണം നേരെ ആവില്ല, അത് വൈറ്റ് സിമെൻറ്റ് അടിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ചേട്ടൻ തന്നെയാണ് കേട്ടോ വൈറ്റ് സിമെൻറ്റ് അടിച്ചത്. ഞങ്ങളല്ലാത്ത പണികളൊക്കെ നമ്മൾ ജനലിൻ്റെ കമ്പി നന്നാക്കുക, പിന്നെ അല്ലാതെ പറ്റാത്ത പണിയും പറ്റുന്ന പണിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഒരുമാതിരി ഒക്കെ റെഡിയായി നിൽക്കണമെങ്കിൽ അറിയുന്നവർ തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് പിന്നെ നല്ല ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോൾ നല്ലൊരു പൈസയാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 30,000 അവർ പറഞ്ഞത്. അപ്പോൾ അത്രയൊന്നും പൈസ കൊടുക്കാൻ ചെയ്യിപ്പിക്കേണ്ട, നമ്മൾ തൽക്കാലം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പണി ആർക്കും കൊടുത്തില്ല, ഞങ്ങൾ തന്നെ ചെയ്തത് കേട്ടോ. ബിരിയാണി എങ്ങനെ പോകും? കൈ മാത്രമേ ഉള്ളൂന്ന് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട്. എന്തായാലും ഇവിടെ ഒരാളും കൂടി ഉണ്ട്, ആളെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വേണേ കൈ മാത്രം കാണിക്കാം, മുഖം കാണിക്കൂല, കൈ വേണേ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ ഇങ്ങനെ പോകുന്നേരം ഞങ്ങൾ വെള്ളം വെച്ചു. എനിക്കിന്ന് റെസ്റ്റ് ഇടായിരുന്നു. അല്ല, ഞാൻ അവരെ കൂടു അമ്മയ്ക്ക് ലേശം വെള്ളം തരുമോ? കൂടു എന്നാ നീ കുടിക്കുന്നതോ തണുത്ത വെള്ളം? ഇതാണോ വീഡിയോ? നീ 24 ഒക്കെ വാങ്ങിക്കും പെണ്ണുങ്ങൾക്ക്. അടുത്ത മാസം വേണ്ട, ഗോപ്രോ എന്തെങ്കിലും വാങ്ങിയോ കേട്ടോ. എന്നോടാ പറഞ്ഞേ ഗോപ്രോ ഒക്കെ വാങ്ങാനല്ലേ. ഞാനേ എന്താ കൊടു റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ.
ആ പിടിക്ക് അമർത്തിക്കോ. മറ്റേ അതിവിടെ മുകളിൽ കറണ്ട് പോയോ? ഞാൻ ചെയ്ത് നോക്കട്ടെ. ഏതോ ഏറോളി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആക്കി നോക്കട്ടെ. കിട്ടിയോ? വേണ്ട പണിക്ക് എന്നാ മതി കേട്ടോ. വേണ്ട പണിക്ക് എന്നാ മതിന്ന്. കൈ രാത്രി വേണം എടുക്കും. ഒന്നാമത് ഷോൾഡർ പോയി കിടക്കുകയല്ലേ. ഇനി നമ്മളെ വീട്ടിൽ പോവാ. എത്രയായാലും മടുത്തില്ല എന്നെ അറിയുള്ളൂ. ചേട്ടായി കുട്ടികൾ ഭയങ്കര പണിയാണല്ലോ. അതാ രണ്ടാളും എന്റെ ദൈവമേ, ഇത് കംപ്ലീറ്റ് ആക്കി. ഇത് ഫിനിഷ് ചെയ്തു ഇവര്. ബാക്കിയൊക്കെ അച്ഛ. ഇന്ന് മോൾ ഭാഗം ചെയ്തല്ലേ വൈറ്റ് സിമെന്റ്? മോൾ ഭാഗം പാരപ്പറ്റൊക്കെ ഇത് ഞങ്ങൾ വെട്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ വെട്ടിയതിൻ്റെ ഇത് കാണാനുണ്ടല്ലേ. പോരല്ലോ, നല്ലപോലെ ഉള്ളിലേക്ക് കയറണം അല്ലേ. ഇനി വൃത്തിയാക്കല് ഫിനിഷ് ചേട്ടാൻ്റെ പണി. പുഴയെന്ന് കുളിക്കാൻ സോപ്പൊന്നുമില്ല, നല്ലപോലെ തേച്ച് കുളിക്കണം. സോപ്പ് എടുത്തില്ലടാ.
പുഴയിൽ കുളിച്ചാൽ മതിയോ? ഒരു തോർച്ച രണ്ട് തോർച്ചുണ്ട്. സോപ്പോ അത് കൊണ്ടുപോയി അങ്ങോട്ട്. എന്നാ പോവാ, പുഴയിൽ പോയി കുളിച്ചിട്ട് അങ്ങനെ മതിയടാ. എന്റെ ദൈവമേന്റെ ആദ്യക്കൂട്ടം പോണി തലയില് വരെ വെള്ളം കൂട്ടിയിട്ട് വരയ്ക്കണം. തല മുതല് നോക്കും. അയ്യോ മേല് പൊള്ളുവോ? വെള്ളം കൂട്ടി വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആരാവോ? ആദിക്കുട്ട. മതി പോര് പോവാ വാ. അല്ലേ ഞാൻ നോക്കി ചെയ്തോണ്ട എൻ്റെ മേത്ത് സിമെൻ്റ് ആവാൻ. എൻ്റെ മേത്ത് കുറച്ചൊക്കെ ഉള്ളൂ. അയ്യോ ഒന്ന് അമ്പിൾ ചേച്ചി അങ്ങോട്ട് ചെല്ലുമ്പോൾ ശരിയാക്കോലെ വെഡിങ് ആനിവേഴ്സറിയാ. പോവാ ഇത് കൊണ്ട് വന്നോന്ന് ചോദിച്ചാൽ വരുന്ന തന്നെ. വീഡിയോയിൽ ഇന്ന് ഇവിടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഞങ്ങൾക്ക് പോണം എന്നൊക്കെ പറഞ്ഞു. പണി ആർത്ത പണി തീർത്ത്. എൻ്റെ മേലും കൈയൊന്നും കയ്യില്ലമ്മേ. അതാ വേണ്ട. ഞാൻ പോവാ, പോയി കൊടുക്കട്ടെ. 6 മണിയായില്ലേ? പണി ആർത്ത ഒന്നും ആയില്ല. വൈറ്റ് വാഷൊക്കെ താരതാട്ടോ. വൈകുന്നേരം കാണാല്ലേ? അല്ലേ? ആ അതങ്ങനെ മോൻ പിടിച്ചിട്ടോ ഞാന്. നമുക്ക് വൈകുന്നേരം എൻട്രി ആക്കാം. ഡെക്കറേഷൻ തുടങ്ങിയില്ല. കാറിന്റെ ഉള്ളിലാണോ ബലൂണ്? ആ ഇതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചതാല്ലേ? ആ രണ്ട് തുറക്കാതെ കാണാം. അതാടാ തുറക്കാതെ ശരിക്കും കാണാം. ഞങ്ങളുടെ ആഘോഷമൊക്കെ പകുതിയൊക്കെ ആകുമ്പത്തേ ഞങ്ങള് വരാട്ടോ. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, പോയിട്ട് വരട്ടെ. അയ്യോ താങ്ക് യു. മേലോട്ട് നോക്കണ്ട, ഫോണിലോട്ട് നോക്ക്. ഫോണിലേക്ക് നോക്കണം. മേലോട്ട് നോക്കിട്ട് എന്താ നിന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ മുഖത്തെ ഭാവം നോക്കിയാൽ അറിയാം നല്ലാണോ ചീത്തയാണോ. നിന്റെ മുഖത്തേ നോക്കണം. ഞാൻ ഇങ്ങനെ എല്ലാം കൂടെ വാരി ഒറ്റ ക്ലിപ്പിടല്. എന്റെ ദൈവം, ഇത് ആര്? രമ്യാന്ന് പറയുന്നൊരു മകൾ. അല്ല, ഞാൻ ആകെ ചെയ്യുന്ന കാര്യമാണ് മുടിയെല്ലാം കൂടെ കൂട്ടി പിടിക്കുക, ഒരു ക്ലിപ്പ് ഇടുക. ഓ എന്താ പൊന്നെ, ആ കാപ്പി കളർ ഷർട്ട് ഒന്ന് എടുത്ത് കൊടുക്കും. എന്നെ കൊണ്ട് കഴിയും. അച്ഛേ ശരിയാ ഒട്ടിക്കും. എല്ലാത്തന്നെ നല്ല കൈയൊക്കെ വറക്കണ്. ഇപ്പൊ ആദ്യം മാത്രട്ടോ അമ്മ ആ മടക്കി വെച്ചാൽ മതിയടാ താഴെ. പിന്നെ കോലം കിട്ടിയ എന്താ അച്ചു കോലം രസമുണ്ട്. പാവം അച്ചുമോൾ അങ്ങനെയൊക്കെ കെട്ടി തന്നെങ്കിൽ എനിക്ക് മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ മെല്ലെ അവളെ താഴത്തെ വീട്ടിലെത്തിയപ്പോൾ മെല്ലെ ഊരി സാധാരണ പോലെ ക്ലിപ്പ് ഇട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയി. ഞാനും ആദ്യകൂട്ടൻ പോകുന്നില്ല, ഞാനും മോനുസും കൂടെ കല്യാണത്തിന് പോയി. ചെക്കൻ്റെ അമ്മ പെണ്ണിൻ്റെ അമ്മായിയമ്മ. ഹലോ, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ മോൻ്റെ കല്യാണം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ല, നീ അറിയുമോ? സത്യം കല്യാണം ഈ ഗ്രൂപ്പ് നോക്കലില്ല. നിങ്ങളെന്താ പറയുന്നത്? സത്യം ഞാൻ കയറണ്ട, എനിക്ക് 10 ദിവസമായിരിക്കും. വരാൻ വേണ്ടി നിങ്ങൾ കൈയോട് കാണിച്ചു കണ്ടു. കൈ കൊണ്ട് കാണിച്ചോണ്ടാണ് മനസ്സിലാവാൻ കേട്ടോ. ഈ ക്രിയ കരോടെ എല്ലാവിധ ആശംസകളും. ഓക്കെ.
ആ ശരി. ഒരാളെ കൊണ്ടുവന്നുള്ളൂ. ആ ഈ ഭാഗത്തുള്ളതിനെ കൂടി കൈ എഴുതുക. ചൂട് ചൂട് ചൂട്. കൂടു പാട്ട് കേട്ടിട്ട് കൂടുവിന്റെ കളി. അങ്ങനെ അവിടുന്ന് 8:30 ആയപ്പോഴത്തേക്കും നമ്മളെ മോളത്തെ വീട്ടിൽ നിന്ന് വിളി വന്നു. എന്തെടുക്കുകയാണ് വരാനായില്ലെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. എല്ലാം റെഡി ആയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ കുടുംബത്തിലെ ചിലപ്പോൾ നമ്മളെ കുടുംബത്തിലെ അംഗങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ വരാൻ വെയിറ്റ് ചെയ്യില്ല. അവർ ചടങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്കൊക്കെ നമ്മളെത്തുക കേട്ടോ. പക്ഷെ ഇത്രമാത്രം അവരിൽ നമുക്കൊരു സ്ഥാനം, നമ്മളിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളിയായിരുന്നു. കോവിലെങ്കിൽ കന്യാകുമാരിയുടെയും ചമതക്കെട്ടി അപ്പയുടെ വെഡിങ് ആനിവേഴ്സറി ആരംഭിക്കുക.
ഞാൻ ഫേസ് ആക്കി ഇടുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ. ചോറ് എന്നിട്ട് എങ്ങനെ ഡാൻസ് കളിക്കല്? മാമനെ കപ്പപ്പുഴുക്ക്, ചീരത്തോരൻ, ചിക്കൻ ഫ്രൈ, ചിക്കൻ 65. സാമ്പാറ്, പുളിയിഞ്ചി, അച്ചാറ്, ചേനച്ചാറ്. എത്ര കൊല്ലം മുമ്പ്? 17 കൊല്ലം. അപ്പൊ ഞാനാ പറഞ്ഞത്. അല്ല അമ്മയാണോ? ഞാൻ 13 കൊല്ലം. ഇളവന്നൂർ പാട്ടത്തിലെ കോയിലെ മാറിൽ കളവർ കൂട്ടാനിഞ്ഞു കൊണ്ടുറങ്ങായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിജയുണ്ടോ ഇളവന്നൂർ പാട്ടത്തിലെ
നിങ്ങൾ ഇരിക്കില്ല? അല്ല വലുത് എന്റെ മക്കള് എന്റെ ഞാൻ കുട്ടിയായോണ്ട് ധാരാളം കുട്ടിയായോണ്ട് ഇനി തൊട്ടില്ല തീരുമാനമായിട്ട് അയച്ചാന്ന് തോന്നുന്നു. പക്ഷെ ആ ഫോൺ കൊടുക്കാൻ പറ്റൂല. ചോറ് അവന് വേണ്ടല്ലേ? അങ്ങനെ മനോഹരമായ ഒരു ദിവസത്തിൻ്റെ ഓർമ്മകളുമായിട്ട് ഇതാ ആ ദിവസം ഞങ്ങളിൽ കടന്നുപോയി കേട്ടോ. ഒത്തിരി 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 സന്തോഷത്തോടു കൂടിയുള്ളൊരു ദിവസമായിരുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. ഇങ്ങനെയൊരു കുടുംബം, ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തൊക്കെയോ ഉണ്ട് പറയാൻ. എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.